ये नस नस मेरी खोले हाय कुछ करिए कुछ करिए बस बस बड़ा बोले अब कुछ करिए ओ कोई तो चल जिद फड़िए तू बेतरिए या मरिए हाय कोई तो चल जिद फड़िए तू बेतरिए या मरिए. എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് രാഷ്ട്രകവി എന്ന വിശേഷണമുള്ള രാംധാരി സിംഗ് ദിൻകറിന്റെ ചാന്ദ് ഓർ കവി എന്ന കവിതയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. രാംധാരി സിംഗ് ദിൻകർ ഹിന്ദി സാഹിത്യത്തിൽ വളരെയധികം പഠന വിഷയമായിട്ടുള്ള ഒരു കവിയാണ്. അദ്ദേഹത്തിന്റെ നിരവധി ഖണ്ഡകാവ്യങ്ങൾ, മഹാകാവ്യങ്ങൾ, അതുപോലെ നിബന്ധ തുടങ്ങിയവയൊക്കെ നിരവധി ആളുകൾ ഗവേഷണ വിഷയമാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പല ഖണ്ഡകാവ്യങ്ങളും ഹിന്ദി ലിറ്ററേച്ചറിൽ നമ്മൾ പഠിക്കുവാനായിട്ട് ഡിഗ്രിക്കും പോസ്റ്റ് ഗ്രാജുവേഷനും PhDക്കും അതുപോലെ MPhilനും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. നിരവധി ആളുകൾ അദ്ദേഹത്തിന്റെ കാവ്യങ്ങളെ കുറിച്ചുള്ള പഠനം നടത്തി ഡോക്ടറേറ്റ് നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഏറ്റവും മഹത്തായ ഒരു കൃതി എന്ന് വിശേഷിപ്പിക്കാവുന്നതാണ് ഉർവശി എന്നത്. ഉർവശിക്ക് അദ്ദേഹത്തിന് 1972 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചു. അപ്പം നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹത്തിന്റെ സ്ഥാനം എത്രത്തോളം വലുതാണ് എന്നുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ജനനം 1908 സെപ്റ്റംബർ 23 ബീഹാർ എന്ന സംസ്ഥാനത്താണ്. അതുപോലെ അദ്ദേഹത്തിന്റെ മരണം 1974 ഏപ്രിൽ 24. അപ്പൊ അദ്ദേഹത്തിന്റെ മഹാകാവ്യം എന്ന് പറയുന്നത് അറിയപ്പെടുന്ന കുരുക്ഷേത്രമാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഖണ്ഡകാവ്യങ്ങളുടെ പേര് നമ്മളൊന്ന് അറിഞ്ഞിരിക്കുക. ഉർവശി ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്, അതുപോലെ തന്നെ രേണുക, ഹുങ്കാർ, ഇതിഹാസ് കെ ആൻസു, നീൽ കുസും, രശ്മി രഥി, പരശുരാം की പ്രതീക്ഷ, പിന്നെ നിബന്ധ സംസ്കൃതിക്ക് 4 അധ്യായം. അപ്പോൾ അദ്ദേഹത്തിന്റെ സാഹിത്യത്തിന്റെ പ്രത്യേകതകളിലേക്ക് വന്നു കഴിഞ്ഞാൽ അദ്ദേഹം സാഹിത്യ തഥാ സംസ്കൃതിക്ക് ഗംഭീർ അധ്യേത തഥാ വ്യാഖ്യാത. അപ്പൊ സാഹിത്യത്തിന്റെ മേഖലയിൽ വളരെ അദ്ദേഹം ആഴത്തിലുള്ള വീക്ഷണങ്ങൾ പങ്കുവച്ചു. അതുപോലെ തന്നെ നിബന്ധത്തിലൂടെ വളരെ ഒരു ചരിത്ര പണ്ഡിതൻ എന്ന രീതിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഛായാവാദ കാലഘട്ടത്തിൽ വളരെയധികം സജീവമായിരുന്ന അദ്ദേഹം പിന്നീട് പ്രഗതിവാദ് ഓർ പ്രഗതിവാദ് സെ രാഷ്ട്രവാദ് ഓർ, അപ്പൊ അങ്ങനെ പരിവർത്തനത്തിന് വിധേയനായ അദ്ദേഹത്തിന്റെ കാവ്യ ശൈലിയും വീക്ഷണവും ഒക്കെ. അതുപോലെ അദ്ദേഹത്തിന്റെ ഭാഷയുടെ പ്രത്യേകതയായിട്ട് ഭാഷാമേ ഓജ്, ശക്തി, അതുപോലെ പൗരുഷ്, മസ്തി, ഉമങ് അദ്ദേഹത്തിന്റെ ഭാഷയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ രചനാവമയും പ്രണയ് കി രാഗ് അദ്ദേഹത്തിന്റെ കവിത, അതുപോലെ തന്നെ ക്രാന്തി കി ആഗ്, ഇത് രണ്ടും അദ്ദേഹത്തിന്റെ സവിശേഷതകളായിട്ട് പറയാവുന്നതാണ്. അതായത് പ്രണയവും അതുപോലെ തന്നെ വിപ്ലവകരമായ മാറ്റത്തിന് വേണ്ടിയുള്ള ഒരു ത്വരയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്കിനി കവിതയിലേക്ക് വന്നാൽ, ആ കവിതയ്ക്ക് പുസ്തകത്തിലൊരു പിക്ചറൈസേഷൻ കൊടുത്തിട്ടുണ്ട്. വളരെ മനോഹരമായ ഒരു പിക്ചറൈസേഷനാണ്. ഒരു പക്ഷിയുടെ മേലിൽ കയറി നിന്ന് ചന്ദ്രനെ നോക്കി നിൽക്കുന്ന ഒരു മനുഷ്യന്റെ ചിത്രം. അപ്പോൾ എല്ലാ മനുഷ്യർക്കും വലിയ സങ്കല്പങ്ങൾ ഉണ്ട്, മുകളിലേക്കാണ്. അതായത് മനോഹരമായ ഒരു പാട്ടുണ്ടല്ലോ, എന്താണ്, സ്വപ്നങ്ങളിൽ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ, നിങ്ങളീ ഭൂമിയിൽ ഇല്ലായിരുന്നെങ്കിൽ നിശ്ചലം ശൂന്യമീ ലോകം. പാട്ട് കേട്ടിട്ടുണ്ടല്ലോ, മലയാള സിനിമാ പാട്ട്. ഈ ഒരു ആശയം തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ കവിതയിലും പറയുന്നത്. അതായത് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന സ്വപ്നങ്ങളും ആശയങ്ങളുമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നാളുകളെ തീരുമാനിക്കുന്നത്. നമ്മൾ ജലകുമളകളാണ്. മനുഷ്യന്റെ നാളത്തെ എന്തായിരിക്കും എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്.
എങ്കിൽ കൂടി നമ്മുടെ നാളെക്കുറിച്ചുള്ള സങ്കല്പങ്ങളാണ് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നതും നമ്മുടെ ജീവിതത്തെ കൂടുതൽ സജീവമാക്കി മാറ്റുന്നതും എന്തെങ്കിലുമൊക്കെ നമ്മുടെ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കുന്നതും അല്ലെങ്കിൽ നമ്മുടെ മനുഷ്യൻ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ കണ്ടെത്തുകയും പുതിയ പുതിയ ഓരോന്ന് കെട്ടിപ്പടുക്കുന്നതും ഒക്കെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? സങ്കല്പങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ. അപ്പോൾ ഇത് ഈ സങ്കല്പങ്ങൾ ആദ്യം ഉണ്ടാവും ഒരാളുടെ മനസ്സിൽ. അതായത് ഒരു വീടുണ്ടാക്കണമെങ്കിൽ ആദ്യം ഒരു പ്ലാൻ ആദ്യം ഉണ്ടാവും. ആ പ്ലാനിനെ ബേസ് ചെയ്തിട്ടാണ് ഒരു വീട് പണിയുന്നത്. അതുപോലെ എല്ലാ മനുഷ്യരുടെയും മനസ്സിൽ എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിനു മുമ്പൊരു ഭാവന മനസ്സിലുണ്ടാവും. ആ ഭാവനയാണ് പിന്നീട് അത് യാഥാർത്ഥ്യമായി പരിണമിക്കുന്നത്. അപ്പോൾ ഭാവന ഉണ്ടാകുന്ന സമയത്ത് വേണമെങ്കിൽ പറയാം ഇത് വെറും സങ്കല്പമാണ്, യാഥാർത്ഥ്യമല്ല എന്ന് പറഞ്ഞ് കളിയാക്കാം. പക്ഷെ അപ്പൊ അങ്ങനെയുള്ള ആ ഒരു ആശയം തന്നെയാണ് ഈ കവിതയിലും നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അപ്പൊ ഈ കവിത ആദ്യം ഞാനൊന്ന് വായിക്കാം. रात यूं कहने लगा मुझसे गगन का चांद, आदमी भी क्या अनोखा जीव होता है, उलझने अपनी बनाकर आप ही फंसता और फिर बेचैन हो जगता ना सोता, जानता है तू कि मैं कितना पुराना हूँ, मैं चुका हूँ देख मन को जन्मते मरते, और लाखों बार तुझसे पागलों को भी चांदनी में बैठ सपनों पर सही करते। आदमी का स्वप्न है वह बुलबुला जल का, आज बनता और कल फिर फूट जाता है, किंतु तो भी धन्य ठहरा आदमी ही तो बुलबुलों से खेलता कविता बनाता है। मैं न बोला किंतु मेरी रागिनी बोली, चांद फिर से देख मुझको जानता है तू, स्वप्न मेरे बुलबुले है यही पानी, आग को भी क्या नहीं पहचानता है तू, मैं न वह जो स्वप्न पर केवल सही करते, आग में उसको गला लोहा बनाती हूँ, और उस पर नींव रखती हूँ नए घर की, इस तरफ दीवार फौलादी उड़ाती हूँ, मनु नहीं मन पुत्र है यह सामने जिसकी, कल्पना की जीभ में भी धार होती है, बाण ही होते विचारों के नहीं केवल, स्वप्न के भी हाथ में तलवार होती है, स्वर्ग के सम्राट को जाकर खबर कर दे, रोज ही आकाश चढ़ते जा रहे हैं ये, रोकिए जैसे बने इन स्वप्न वालों को, स्वर्ग की ही ओर बढ़ते आ रहे हैं ये। रात यूं कहने लगा मुझसे गगन का चांद, आदमी भी क्या अनोखा जीव होता है, उलझने अपनी बनाकर आप ही फंसता, और फिर बेचैन हो जागता ना सोता है. ഇതാണ് കവിത. ഇനി നമുക്ക് ഇതിന്റെ വ്യാഖ്യയിലേക്ക് വരാം. ആദ്യത്തെ 4 ലൈന് നോക്കാം. रात यों कहने लगा मुझसे गगन का चांद, आदमी भी क्या अनोखा जीव होता है, उलझने अपनी बनाकर आप ही फंसता, और फिर बेचैन हो जागता न सोता. बताना, रात यों कहने लगा मुझसे गगन का चांद, रात में चांद मुझसे, आकाश में रहने वाले चांद मुझसे कहने लगा, आदमी भी क्या अनोखा जीव होता है, ये आदमी इंसान कितना विचित्र जीव होता है. അപ്പൊ രാത്രിയില് ആകാശത്ത് നിന്ന് ചന്ദ്രൻ എന്നോട് പറയുകയാണ്,
ഈ മനുഷ്യൻ എത്ര വിചിത്രമായ ഒരു ജീവിയാണ്. ഉൽझने अपनी बनाकर आप ही फंसता है और फिर बेचैन हो जगता न सोता. ഉൽझने अपनी बनाकर, അവൻ സ്വയം പ്രശ്നങ്ങള് അല്ലെ പ്രതിസന്ധികള് ബുദ്ധിമുട്ടുകള് അവൻ തന്നെ ഉണ്ടാക്കി ആഹി ഫസ്താഹെ അതിൽ പെടുന്നു. മനുഷ്യൻ പലപ്പോഴും പല പ്രശ്നങ്ങളിൽ ചെന്ന് അകപ്പെടുന്നതിന്റെ കാരണങ്ങൾ പലതും അവന്റെ തന്നെ അത്യാഗ്രഹവും ഒക്കെ അവന്റെ മോഹങ്ങളും ഒക്കെ കൊണ്ടാണ് പലപ്പോഴും പല അപകടങ്ങളിലും ചെന്ന് വീഴുന്നത്. പക്ഷേ ഓർ ഫിർ ബേച്ചേൻ ഹോ ജഗ്താ നസോത്ത. അപ്പൊ അവൻ അങ്ങനെ ആ പ്രശ്നങ്ങളിൽ പലതേയും മൂലകാരണം നമ്മൾ അന്വേഷിക്കുമ്പോൾ അവന്റെ തന്നെ പ്രവൃത്തികളുടെ ഫലമാണ് പലതും നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങളും. അപ്പൊ അത് അങ്ങനെ അവൻ സ്വയം പ്രശ്നങ്ങളിൽ ചെന്ന് ചാടി അതിൽ പിന്നെ ബേച്ചേൻ ഹോ ജഗ്താ നസോത്ത, അതിൽ പിന്നെ ടെൻഷൻ അടിച്ച് പിന്നെ അവൻ ഉറക്കവും നഷ്ടപ്പെട്ട് ഉറങ്ങാനും പറ്റുന്നില്ല, കിടക്കാനും പറ്റാത്ത വളരെയധികം ബുദ്ധിമുട്ട് അവൻ ജീവിതം മുഴുവൻ ഒരു ദുരിതപൂർണമാണെന്നാണ് മിക്കവരോട് ആളുകളോട് ചോദിക്കുമ്പോൾ എന്താണ് ജീവിതം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോയി ഭയങ്കര കഷ്ടപ്പാടും ദുരിതവും നിറഞ്ഞൊരു ജീവിതമാണെന്നാണ് പൊതുവെ എല്ലാവരും പറയുന്നത്. പക്ഷെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടും ബുദ്ധിമുട്ടിന്റെയും മൂലകാരണം അന്വേഷിക്കുമ്പോൾ അത് അവൻ തന്നെ സ്വയം സൃഷ്ടിച്ച കാരണങ്ങളാണ്. ഏതാണ്ട് ഒരു 95% അവൻ നേരിടുന്ന പ്രശ്നങ്ങളുടെ യഥാർത്ഥ മൂലകാരണം അവൻ സ്വയം സൃഷ്ടിച്ച അവന്റെ വാക്കുകളോ പ്രവൃത്തികളോ ആണ് മിക്കവാറും. അപ്പൊ ആ കാര്യമാണ് ഇവിടെ ചാന്ദ് കവിയോട് പറയും. അപ്പൊ ഇതിന്റെ വ്യാഖ്യ ഹിന്ദിയിൽ നമ്മൾ അങ്ങനെ പറയും. അതൊന്ന് വായിക്കാം, എഴുതി വായിക്കാം. कवि कहते हैं कि एक रात आकाश का चांद मुझसे पूछने लगा, आदमी कितना अनोखा जीव होता है. वह उलझने स्वयं बनाता है और उन्हीं में स्वयं फंस जाता है. इसके बाद वह इतना अस्वस्थ होता है कि न जाग कर रह सकता है न सो सकता है. अर्थात वह स्वयं अपनी नींद नष्ट कर देता है. നമുക്ക് അടുത്ത സ്റ്റാൻസ നോക്കാം. രണ്ടാമത്തെ സ്റ്റാൻസ നോക്കാം. जानता है तू कि मैं कितना पुराना हूं, मैं चुका हूं देख मनु को जन्माते मरते. तो चांद कवि से बता रहा है कि क्या तू जानता है कि मैं कितना पुराना हूं और मैं मनु को भी जन्मते और मरते देख चुका हूं. അപ്പോൾ ഇവിടെ ചാന്ദ് കവിയോട് പറയുകയാണ്, ഞാന് വളരെ അധികം പ്രായമുള്ള വ്യക്തിയാണ്, അല്ലെങ്കിൽ വളരെ വർഷങ്ങളായിട്ട് ഇവിടെ അനുഭവ സമ്പത്തുള്ള എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. മനു ജനിക്കുന്നതും മരിക്കുന്നതും ഒക്കെ കണ്ടവനാണ് ഞാൻ. മനു എന്ന് പറയുന്നത് ആദി മനുഷ്യനാണ്. ആ മനുവിൽ നിന്നാണ് മറ്റു മനുഷ്യകുലം മുഴുവനും ഉണ്ടായത് എന്നാണ് ഭാരതീയ സങ്കല്പം. അപ്പൊ ഈ ഒരു മനുവിന്റെ ആ സങ്കല്പത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ജയശങ്കർ പ്രസാദിന്റെ ഏറ്റവും മഹത്തായ കൃതി എന്നറിയപ്പെടുന്നത് ഇതാണ്, കാമായിനി എന്ന് പറയുന്ന ഒരു കൃതിയുണ്ട്. അപ്പൊ അതിന്റെ ഒരു കഥാതന്തു എന്ന് പറയുന്നത് ഈ മനുവിനെ ആസ്പദമാണ്. മനു ഇങ്ങനെ ഏകാന്തമായിരിക്കുന്നു. അപ്പൊ അതിൽ നിന്ന് മനുവിനുണ്ടാകുന്ന ചിന്തകളും അതിന്റെ ഉണ്ടാകുന്ന പരിവർത്തനങ്ങളും ഒക്കെയാണ്. അപ്പൊ ആ മനുവിനെ മരിക്കുന്നതൊക്കെ ഞാൻ കണ്ടവനാണ്. അതായത് അത്രയധികം അനുഭവം ഞാൻ ലോകത്തും കണ്ടവനാണ് ഞാൻ എന്നുള്ളതാണ്. और लाखों बार तुझसे पागलों को भी चांदनी में बैठ स्वप्नों पर सही करते. അപ്പോൾ और लाखों बार ലക്ഷക്കണക്കിന് പ്രാവശ്യം തുച്ഛേ പാഗലോം കോപ്പി നിന്നെ പോലെയുള്ള ഭ്രാന്തന്മാരെ, അതായത് സ്വപ്നം കണ്ടുകൊണ്ട് നടക്കുന്ന ഭ്രാന്തന്മാരെ, ചാന്ദിനിമേം ബൈറ്റ് സ്വപ്നം പർ സഹി കർത്തെ, ഈ നിലാവത്ത് ഇരുന്ന് ഇങ്ങനെ ആകാശത്തേക്ക് നോക്കി സ്വപ്നം കണ്ടുകൊണ്ട് ഇങ്ങനെ നടക്കുന്ന നിരവധി ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അവരെയൊക്കെ ഇങ്ങനെ സഹീകർത്തി, അവരെ ശരിയാക്കി വിടാനുള്ള, അവരെ ശരിയായ മാർഗത്തിലേക്ക് നയിക്കാനായിട്ട് ഉള്ള പരിശ്രമമാണ് ഇവിടെ ചാന്ദ് നടത്തുന്നത്. അപ്പൊ അതാണ് ഇതിന്റെ. അപ്പൊ നമുക്ക് ഹിന്ദിയിലുള്ള അതിന്റെ വ്യാഖ്യ എങ്ങനെ എഴുതും എന്ന് വായിക്കാം. चांद कवि से कहता है कि क्या तू जानता है कि मैं कितना अनुभवी हूं. मैं इतना पुराना है कि आदि पुरुष मनु को जन्मते और मरते देखा. चांदनी में बैठकर अपने स्वप्नों को ठीक करते तेरे समान पागलों को भी लाखों बार देखा है.
भाव यह है कि चांद की राय में कवि लोग स्वप्नों को मान्यता प्रदान करने वाले हैं, सच्चाई को न मानने वाला है. അപ്പോൾ ഇതാണ് ചാന്ദിന്റെ അഭിപ്രായത്തില് യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാതെ വെറും സ്വപ്നജീവികളാണ് ഈ കവികൾ എന്നാണ് ചാന്ദ് പറയുന്നത്. ഇനി മൂന്നാമത്തെ സെൻസ് നോക്കാം. आदमी का स्वप्न है वह बुलबुला जल का, आज बनता और कल फिर फूट जाता है. അതെന്താണ് ആത്മീക സ്വപ്നം? മനുഷ്യന്റെ സ്വപ്നം എന്ന് പറയുന്നത് വഹ ബുൽബുല ജൽക്ക, വെള്ളത്തിലെ കുമിളകൾ പോലെയാണ് എന്നാണ്. അപ്പൊ വളരെ ചെറിയ ആയുസ് മാത്രമേ ഉള്ളൂ. ആജ് ബൻത കൽ ഫിർ ഫൂട്ട് ജാത്ത, ഇന്ന് അത് ഉണ്ടാവുന്നു, നാളെ ആകുമ്പോൾ അത് ഇല്ലാതാവും. അപ്പൊ അത്രയും നേരത്തെ ദൈർഘ്യമേ മനുഷ്യന്റെ ഈ സ്വപ്നം അല്ലെ ഭാവന എന്ന് പറയുന്നത്. അത്രയധികം സ്ഥിരതയില്ലാത്തതും നിസ്സാരവുമാണ് എന്നാണ് പറയുന്നത്. കിന്തു तो भी धन्य टहरा आदमी ही तो बुलबुलों से खेलता कवि बनाता है. किंतु तो भी धन्य टहरा आदमी ही तो बुलबुलों से खेलता कविता बनाता है. അപ്പോ കിന്തു പക്ഷേ ഈ കവികളായിട്ടുള്ള ആളുകൾ അവരെന്താണ്? ആദ്മി ഹീത്തോ, അവർ മനുഷ്യരാണ് എങ്കിലും ബുൽബുലോസെ ഖേൽത്ത, ഈ ബുൽബുലോയെ കുമിളകളുമായി കളിക്കുകയാണ് അവർ, അല്ലെങ്കിൽ ഈ ഭാവനയുമായി സങ്കല്പവുമായി കളിച്ച് കവിത ബനാത്ത, അവരാണ്. എന്നിട്ട് അവർ കവിത ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ കവികളെ അല്ലെ കവിത ഉണ്ടാക്കുന്നവരെ അല്ലെ ഇവിടെ ചാന്ദ് പരിഹസിക്കുകയാണ്. അപ്പോ അതാണ്. അപ്പൊ നമുക്കത് ഹിന്ദിയിൽ എങ്ങനെ എഴുതും എന്ന് നോക്കാം. चांद आगे बोलता है, मनुष्य के स्वप्न कितना व्यर्थ है, वे पानी के बुलबुले के समान क्षणिक है, आज बनते हैं और कल फूट जाते, फिर भी तू धन्य है, आखिर तू मनुष्य तो है, तेरा स्वभाव बुलबुलों से खेलना और कविता करना है. चांद कवि की कल्पना और उसके सपनों को पानी के बुलबुले के समान सारहीन और क्षणिक मानता है. അതാണ് അതിന്റെ അർത്ഥം അല്ലെങ്കിൽ വ്യാഖ്യ ഹിന്ദിയിൽ നമ്മൾ പറയും. ഇനി നമുക്ക് അടുത്ത സ്റ്റാൻസ നോക്കാം. मैं न बोला किंतु मेरी रागिनी बोली, चांद फिर से देख मुझको जानता है तू, स्वप्न मेरे बुलबुले है यही पानी, आग को भी क्या नहीं पहचानता है तू. അപ്പോൾ ഇവിടെ എന്താണ്, കവി ഇത്രയൊക്കെ പരിഹസിച്ചിട്ടും ഒന്നും മിണ്ടുന്നില്ല. പക്ഷേ കവിയുടെ ഉള്ളിലുള്ള രാഗിണി അല്ലെ കവി അല്ലെ കവിത എന്ന ആ ഒരു ചേതന, അല്ല കവിയുടേതായ ആ ഒരു ജീവനുണ്ടല്ലോ, ആ കവിത അത് സ്വയം ഇതിന് മറുപടി കൊടുക്കുകയാണ്. എന്താണ്? മേന ബോല, ഞാൻ പറഞ്ഞില്ല, കിന്തു മേരി രാഗിണി ബോലി. മേരി രാഗിണി എന്ന് വെച്ചാൽ എന്റെ പ്രണയിനി എന്ന, അല്ലെങ്കിൽ ഇവിടെ കവിതയാണ്. അപ്പോ രാഗിണി ബോലി, അപ്പൊ രാഗിണി കവിത പറഞ്ഞു. ചാന്ദ് ഫിർ സെ ദേഖ് മുജ്കോ ജാൻതാ ഹേ തൂ, നീ ഒന്നുകൂടെ നോക്കൂ, എന്നെ നീ തിരിച്ചറിയുന്നുണ്ടോ? സ്വപ്ന മേരെ ബുൽബുലേ ഹേ, എന്റെ സ്വപ്നങ്ങൾ കുമിളകളാണെന്ന്. ഹേ യഹി പാനി, ഈ വെള്ളം വെറും വെള്ളമാണെന്ന്. ആഗ് കോ ഭി ക്യാ നഹി പഹചാൻതാ ഹേ തൂ, ഇത് വെറും കുമിളകളും വെള്ളവുമാണെന്നാണോ നീ പറയുന്നത്? പക്ഷെ അതിലുള്ള ആഗ്, ആ വെള്ളത്തിലുള്ള തീ, ജ്വാല നീ തിരിച്ചറിയുന്നില്ലേ എന്നാണ്. അപ്പൊ ഇവിടെ കവിത പറയുന്നത് ഈ സ്വപ്നങ്ങളിലെല്ലാം ഒരു ജ്വാലയുണ്ട്, അതാണ് മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പൊ അത് നീ കാണുന്നില്ലേ എന്നാണ് പറയുന്നത്. അപ്പൊ ഇനി നമുക്ക് അതിന്റെ വ്യാഖ്യ പറയാം. चांद की व्यंग्यपूर्ण बातें सुनकर कवि तो कुछ नहीं बोला, लेकिन उसकी कविता ने उत्तर दिया, हे चांद फिर से देख, तू मुझसे सचमुच जानता है, क्या मेरे स्वप्न बुलबुले हैं, क्या वे पानी की तरह अस्थिर है, इन स्वप्नों में जो आग है उसे तू नहीं पहचानता. कवि को
होरा स्वप्न जीव न समझकर भविष्य का सृष्टा मानना चाहिए. ഇനി അടുത്ത സ്റ്റാൻസയിലേക്ക് പോകാം. मैं न वह जो स्वप्न पर केवल सही करते, आग में उसकी गला लोहा बनाती हूँ और उस पर नींव रखती हूँ नए घर की, इस तरह दीवार फौलादी उठाती हूँ. അപ്പൊ ഇനി ഇതിന് മറുപടി പറയുകയാണ് കവിത. ഈ സ്വപ്നങ്ങളെ അല്ലെ ഭാവനയെ ന്യായീകരിച്ചുകൊണ്ട് പറയുകയാണ്. मैं न वह जो स्वप्न पर केवल सही करते, ഞാന് न वह जो स्वप्न पर केवल सही करते, ഞാൻ അതൊരു വെറും സ്വപ്നം മാത്രമല്ല, മറിച്ച് യാഥാർത്ഥ്യമാണ്, അല്ലെങ്കിൽ ശരിയായ കാര്യങ്ങൾ ചെയ്യുന്നതാണ്. ആഗുമേ മുസ്കോ ഗല ലോഹ ബനാത്തി ഹും, ആഗുമേ മുസ്കോ ഗല ലോഹ ബനാത്തി ഹും. അപ്പൊ അതില് ഒരു ജ്വാലയുണ്ട്, തീയുണ്ട് എന്ന് പറഞ്ഞു. ആ തീയാണ് എന്താണ്? ഗല ലോഹ ബനാത്തി ഹും, അതിനെ നല്ല ഉറപ്പുള്ള ഇരുമ്പായി മാറ്റുന്നത്, അല്ലെങ്കിൽ ഉറപ്പുള്ള കോട്ടയായി മാറ്റുന്നത്, അല്ലെങ്കിൽ പുതിയ സൃഷ്ടി നടത്തുന്നത്. അപ്പൊ ആ തീയാണ് അത് പുതിയ പുതിയ സൃഷ്ടിക്ക് കാരണമാകുന്നത്, അല്ലെങ്കിൽ ഈ സ്വപ്നങ്ങളാണ്, ഭാവനകളാണ് പുതിയ പുതിയ സൃഷ്ടികൾക്ക് കാരണമാകുന്നത്. और उस पर नींव रखती हूँ नए घर की, इस तरह दीवार फौलादी उड़ाती हूँ. അപ്പൊ അതില് ഉസ് പർ നീവ് രക്തി നയേ ഘർക്കി, അതിലാണ് പുതിയ കാലടികള്, അല്ലെങ്കിൽ പുതിയ ചുവടുവെപ്പുകള്, പുതിയ വീടുകള്, പുതിയ വാസസ്ഥലങ്ങള്, അല്ലെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ കെട്ടിപ്പടുക്കുന്നത് ഈ ഭാവനയുടെ അടിസ്ഥാനത്തിലാണ്. ഇസ്തര ദീവാർ ഫൗലാദി ഉടാത്തി, അങ്ങനെയാണ് വലിയ വലിയ മതിലുകള്, അല്ലെങ്കിൽ വളരെ ശക്തമായ മതിലുകളൊക്കെ ഉണ്ടാകുന്നത്. എന്ന് വെച്ചാൽ വലിയ വലിയ ബിൽഡിങ്ങുകളും വലിയ വലിയ സൃഷ്ടികളും ഒക്കെ ഈ പണിത് ഉയർത്തപ്പെടുന്നത് ഈ ഭാവനയുടെ ബലത്തിലാണ് എന്നാണ്. അതിന്റെ വ്യാഖ്യാനം നോക്കാം. കവിത चांद से कहती है कि मैं केवल स्वप्नों की रचना नहीं करती, बल्कि उन्हें आग में गला कर पक्का लोहा बनाती हूँ. कविता आगे कहती है कि मैं पक्का लोहा बनाकर उस पर नए घर की नींव रखती हूँ और फौलादी दीवार उठाती हूँ. मतलब यह है कि कवियों के स्वप्न ही आगे चलकर कर्म में बदल जाते हैं. अब इनी അടുത്ത സ്റ്റാൻസിലേക്ക് പോകാം. मनु नहीं मनु पुत्र है यह सामने जिसकी, कल्पना की जीभ में भी धार होती है. बाण ही होते विचारों के नहीं केवल, स्वप्न के भी हाथ में तलवार होती है. എന്താണ്? മനു നഹി മനു പുത്ര ഹെ. അപ്പൊ മനു ജനിക്കുന്നതും മരിക്കുന്നതൊക്കെ കണ്ടുവെന്ന് പറഞ്ഞ് പരിഹസിച്ചു. അപ്പോൾ അതിന് മറുപടിയായിട്ട് കവിത പറയുകയാണ്, മനുവല്ല, മനുവിന്റെ പുത്രരാണ് ഇവർ. യഹ്സാൻ, നിന്റെ മുന്നിലുള്ളത് മനുവിന്റെ പുത്രന്മാരാണ്. ജിസ്കി കൽപ്പനാക്കി ജീവ് മേ ഭി ധാർ ഹോത്തി ഹെ. അപ്പൊ അവരുടെ ഈ കൽപ്പനാശക്തിക്ക്, ഭാവനാശക്തിയുടെ നാവിൻ തുമ്പില് എന്താണുള്ളത്? ധാർ ഹോത്തി ഹെ. അതിന് വലിയ തീഷ്ണതയുണ്ട്, മൂർച്ചയുണ്ട്, അതിന് വലിയ ശക്തിയുണ്ട്, കരുത്തുണ്ട്, അതിന് ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. ബാണിഹി ഹോത്തെ വിചാരോ കെ നഹി കേവൽ. അവരുടെ ചിന്തകൾ എന്ന് പറയുന്നത് ബാണോ കി തരക നഹി കേവൽ, ബാണങ്ങൾ പോലെ മാത്രമല്ല, വിചാരങ്ങളാണ് ഏറ്റവും കൂടുതൽ സ്പീഡിൽ സഞ്ചരിക്കുന്നത്. നമ്മള് അസ്ത്രങ്ങളാണ് സ്പീഡിനെ പറ്റി നമ്മൾ പറയുമ്പോൾ. പക്ഷെ നമ്മൾ ആധുനിക കാലഘട്ടത്തിൽ എന്താ പറയുക, ഏറ്റവും കൂടുതൽ സ്പീഡിൽ സഞ്ചരിക്കുന്നത് എന്താണ്? പ്രകാശമാണ് എന്നാണ് പറയുന്നത്, ലൈറ്റ്. പക്ഷെ ലൈറ്റിനേക്കാൾ കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എന്താണ്? ചിന്തകളാണ് എന്നാണ് പറയുന്നത്. അപ്പൊ അതാണ്, ചിന്തകളാണ്, മനുഷ്യന്റെ ചിന്തകളാണ് ഏറ്റവും കൂടുതൽ സ്പീഡിൽ സഞ്ചരിക്കുന്നത്. ബാണുഹി ഹോത്തെ വിചാരോ കെ നഹി കേവൽ, സ്വപ്ന കെ ഭി ഹാത്ത് മേ തൽവാർ ഹോത്തി. അപ്പോ സ്വപ്നങ്ങളുള്ള ആ കൈകള് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്വപ്നങ്ങളുള്ള മനുഷ്യൻ എന്ന് പറയുന്നത് കൈകളിൽ വലിയ തൽവാറുള്ള ആളുകളെ പോലെയാണ്. അപ്പൊ അവരാണ് വാള കൊണ്ട് വെട്ടി വിജയം നേടുന്നവർ.
എന്ന് പറയും. അതുപോലെയാണ് സ്വപ്നങ്ങൾ കയ്യിലുള്ളവർ മാത്രമേ ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങൾ കൈവരിക്കുന്നവർ. അപ്പൊ അത് കൈവരിക്കണമെങ്കിൽ ഈ സ്വപ്നം ഉണ്ടാകണം. അതുകൊണ്ട് ഇതിനെ വ്യർത്ഥമാണ് എന്ന് പറയുന്നതിൽ കാര്യമില്ല എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ വ്യാഖ്യ ഹിന്ദി വ്യാഖ്യ പറയാം. कविता चांद से कहती है कि चांद तुम्हारे सामने जो खड़ा है वह मनु नहीं मनुपुत्र है, अर्थात आधुनिक मानव है. उसकी कल्पना की जीभ में बहुत धार होती है. उसके पास केवल विचारों के बाण नहीं होते बल्कि उसके स्वप्न के हाथ में तलवार होती है. मतलब है कि കവി के സ്വപ്ന में വിദ്രോഹ की ശക്തി. അപ്പോ വലിയ വലിയ വിപ്ലവങ്ങളും പരിവർത്തനങ്ങളും ഒക്കെ നടക്കുന്നത് എങ്ങനെയാണ്? ഈ സങ്കല്പത്തിൽ നിന്നും ആണ്. ഇനി അവസാനത്തെ ശാൻസിയിലേക്ക് പോവാം. स्वर्ग के सम्राट को जाकर खबर कर दे, रोज ही आकाश छटते जा रहे हैं ये, रोकिए जैसे बने इन स्वप्न वालों को, स्वर्ग की ही ओर बढ़ते आ रहे हैं ये. അപ്പൊ സ്വർഗത്തെ സാമ്രാട്ട്കോ ജാക്കർ ഖബർ കർദേ, സ്വർഗത്തിന്റെ സാമ്രാട്ടിനോട് പോയി ഖബർ കർദേ, അവർക്ക് വിവരം കൊടുക്കുക. സ്വർഗത്തിലെ സാമ്രാട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ എന്താണ്? സ്വർഗ സാമ്രാട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മളെ അടിച്ചമർത്തുന്ന അല്ലെ തടസ്സങ്ങൾ അല്ലെ പരിവർത്തനത്തിന് എതിരെ നിൽക്കുന്ന ശക്തികളെയാണ് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ആധുനികമായ രീതിയിൽ നമ്മൾ വളരാൻ ആഗ്രഹിക്കുന്നു, അതിന് തടസ്സം നിൽക്കുന്ന എന്താണോ അതിനെയാണ് ഇവിടെ സ്വർഗ സാമ്രാട്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോ റോസ് ഹി ആകാശ് ചടുത്തേ ജാ രഹേ ഹേ, റോസ് ആകാശ് ഹി ഓർ ചടുത്തേ ജാ രഹേ, ആകാശത്തിലേക്ക് പറന്നുകൊണ്ടിരിക്കുകയാണ് സ്വപ്നങ്ങളുമായി. എന്ന് വെച്ചാൽ നമ്മൾ വികാസം പ്രാപിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. ആകാശത്തിലേക്ക് പറക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വളരെ ഡെവലപ്ഡ് ആയിട്ട് മാറുന്നു, പുതിയ പുതിയ ചിന്താധാരകളും പരിവർത്തനങ്ങളിലൂടെ മുന്നോട്ട് വികസിക്കുന്നു എന്നുള്ളതാണ്. रोकिए जैसे बने इन स्वप्न वालों को, स्वर्ग की ही ओर बढ़ते जा आ रहे हैं ये. അപ്പോ रोकिए जैसे बने इन स्वप्न वालों को, അപ്പോ ഈ സ്വപ്ന അവരെ റോക്കി, അവരെ തടയുന്നത് എന്താണ്? സ്വർഗി ഹി ഓർ ബഡ്ത്തെ ആ രഹേ, അവരെ തടഞ്ഞാലും എന്താണ്? അവര് അതിലേക്ക് സ്വർഗത്തിലേക്ക് തന്നെ വരികയാണ്. എന്നാൽ അവരെ സ്വർഗി ഓർ ബഡ്ത്തെ ആ രഹേ, അവര് മുന്നേറി വരികയാണ്. എന്ന് വെച്ചാൽ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് വരികയാണ്. അവര് എങ്ങനെയാണ് അവരെ മുന്നോട്ട് നയിക്കുന്നത്? അത് സങ്കല്പമാണ്. അപ്പൊ ഇതിലെ ആ പിക്ചറുകൾ കൊടുത്തിരിക്കുന്നുണ്ടല്ലോ, എന്താണ്? ആ പക്ഷിയുടെ മുകളിൽ കയറി നിന്ന് ആകാശത്തിലേക്ക് പറക്കുകയാണ്. അപ്പൊ ആ പറക്കാനുള്ള ശക്തി അവർക്ക് മനുഷ്യർക്ക് കിട്ടുന്നത് ഈ എന്തിലൂടെയാണ്? ഈ ഭാവനയിലൂടെ അല്ലെ സങ്കല്പത്തിലൂടെയാണ്. അപ്പൊ ഇതിന്റെ വ്യാഖ്യ വായിക്കാം. कवि की कविता चांद से कहते हैं कि हे चांद, तुम जाकर स्वर्ग के सम्राट को खबर कर दे कि मनुष्य प्रतिदिन आकाश की ओर बढ़ रहा है. इन स्वप्न वालों को रोकिए, नहीं तो एक न एक वे स्वर्ग को भी जीत लेंगे. मतलब है कि भौतिक जगत में उत्पन्न बाधाओं को टालकर आगे बढ़ने का साहस कवि की कल्पना से मानव को प्राप्त होता है. ഇതാണ് ഇതിന്റെ വ്യാഖ്യ. ഇത് നമുക്ക് പ്രയോജനമായി ആണ് എന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം.